ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാവരും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 200-ൽ പരം ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു, രാജസ്ഥാൻ. ഏലിയാമ്മയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി ആൻറ്റി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ ചോദ്യം, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നത് എന്തിലെല്ലാം ആയിരുന്നു? ഉത്തരം, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ. 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാം എവിടെയായിരുന്നു പാർത്തത്? ഉത്തരം, കനാൻ ദേശത്ത്. 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മമ്രയുടെ തോപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ഹെബ്രോനിൽ. 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ശിനാർ രാജാവിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം, അമ്രാഫൽ. 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാം ആർക്കാണ് ദശാംശം കൊടുത്തത്? ഉത്തരം, മൽക്കിശദേക്കിന്. 14-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? ഉത്തരം, യഹോവ അബ്രഹാമിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമായതിനാൽ. 15-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ഏതു പക്ഷിയെയാണ് അബ്രഹാം ആട്ടിക്കളഞ്ഞത്? ഉത്തരം, റാഞ്ചൽ പക്ഷിയെ. 15-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സാറായിയുടെ ദാസിയുടെ പേര് എന്തായിരുന്നു? ഉത്തരം, ഹാഗാർ. 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എപ്പോഴാണ് സാറായി ഹാഗാറിൻ്റെ കണ്ണിന് നിന്ദിതയായത്? ഉത്തരം, ഹാഗാർ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ. 16-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ദൂതൻ ഹാഗാറിനെ എന്താണ് വിളിച്ചത്? ഉത്തരം, സാറായിയുടെ ദാസിയായ ഹാഗറെ. 16-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് കാട്ടുകഴുത പോലെയുള്ള മനുഷ്യൻ? ഉത്തരം, ഇസ്മായേൽ. 16-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവത്തിനും അബ്രഹാമിനും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളം എന്താണ്? ഉത്തരം, പരിച്ഛേദന. 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സാറയ്ക്ക് ജനിക്കുന്ന മകനെ എന്തു പേരിടണമെന്നാണ് യഹോവ പറഞ്ഞത്? ഉത്തരം, ഇസഹാക്ക്. 17-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന പുരുഷന്മാർ മമ്രയുടെ തോപ്പിൽ നിന്നും എവിടേക്കാണ് പോയത്? ഉത്തരം, സോദോം വഴിക്ക്. 18-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഞാൻ പൊടിയും വെണ്ണീറുമാണെന്ന് ആരാണ് ദൈവത്തോട് പറഞ്ഞത്? ഉത്തരം, അബ്രഹാം. 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൂതന്മാർ സോദോമിലെത്തിയത് ഏതു സമയത്ത് ആയിരുന്നു? ഉത്തരം, വൈകുന്നേരം. 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ലോത്ത് ദൈവദൂതന്മാർക്ക് കൊടുത്ത ആഹാരം എന്തായിരുന്നു? ഉത്തരം, പുളിപ്പില്ലാത്ത അപ്പം. 19-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ലോത്ത് ഓടിയെത്തിയ പട്ടണത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം, സോവർ. 19-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം,
സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുവാൻ യഹോവ എന്തെല്ലാമാണ് ഉപയോഗിച്ചത്? ഉത്തരം ഗന്ധകവും തീയും. 19 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം, പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ലൂത്തിന്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം ഉപ്പുതൂണായി ഭവിച്ചു. 19 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, അമ്മോന്യരുടെ പിതാവ് ആരാണ്? ഉത്തരം ബെൻ അമ്മി. 19 അധ്യായം 38 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാം എവിടെയാണ് പരദേശിയായി പാർത്തത്? ഉത്തരം ഗരാരിൽ. 20 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ എന്ന് ആരാണ് ദൈവത്തോട് ചോദിച്ചത്? ഉത്തരം അബീമേലെക്ക്. 20 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, അവൻ ഒരു പ്രവാചകനാകുന്നു എന്ന് യഹോവ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം അബ്രഹാമിനെ കുറിച്ച്. 20 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, സാറ ആരെയാണ് പരിഹാസി എന്ന് പറഞ്ഞത്? ഉത്തരം ഇസ്മായേലിനെ. 21 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, മരുഭൂമിയിൽ ഉറക്കെ കരഞ്ഞത് ആരാണ്? ഉത്തരം ഹാഗാർ. 21 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, ഇസ്മയേൽ പാർത്ത മരുഭൂമിയുടെ പേരെന്തായിരുന്നു? ഉത്തരം പാരാൻ മരുഭൂമി. 21 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, അബീമേലെക്കിന്റെ സേനാപതി ആരായിരുന്നു? ഉത്തരം പീക്കോൽ. 21 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാം അബീമേലെക്കുമായി സത്യം ചെയ്ത സ്ഥലത്തിനിട്ട പേര് എന്താണ്? ഉത്തരം ബെർശേബ. 21 അധ്യായം 31 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാം ബെർശേബയിൽ നട്ട വൃക്ഷം ഏതായിരുന്നു? ഉത്തരം പിചുല വൃക്ഷം. 21 അധ്യായം 33 വാക്യം. അടുത്ത ചോദ്യം, ദൈവം അബ്രഹാമിനോട് എന്താണ് അരുളി ചെയ്തത്? ഉത്തരം നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. 22 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ഇസഹാക്ക് അബ്രഹാമിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? 22 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാം യാഗപീഠത്തിൽ വെച്ച യാഗവസ്തു എന്തായിരുന്നു? ഉത്തരം തൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ. 22 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാമിന്റെ സന്തതിയെ എപ്രകാരം വർദ്ധിപ്പിക്കുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും. 22 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, മരിക്കുന്ന സമയത്ത് പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിലെ ഏക സ്ത്രീ ആരാണ്? ഉത്തരം സാറ. 23 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ഹെബ്രോൻ വേറെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം
കിര്യത്തർബ 23 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാം ഏത് സ്ഥലമാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം മക്പേല എന്ന ഗുഹ. 23 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ഏത് ദേശത്തിലേക്കാണ് അബ്രഹാമിന്റെ ദാസൻ പോയത്? ഉത്തരം മെസൊപ്പൊത്താമിയയിൽ. 24 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, റിബേക്ക ആരുടെ മകൾ ആയിരുന്നു? ഉത്തരം ബെഥുവേലിന്റെ. 24 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, റിബേക്കയുടെ സഹോദരന്റെ പേര് എന്താണ്? ഉത്തരം ലാബാൻ. 24 അധ്യായം 29 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാമിന്റെ ദാസൻ വിശേഷ വസ്തുക്കൾ ആർക്കെല്ലാമാണ് കൊടുത്തത്? ഉത്തരം റിബേക്കയുടെ സഹോദരനും അമ്മയ്ക്കും. 24 അധ്യായം 53 വാക്യം. അടുത്ത ചോദ്യം, ഇസഹാക്ക് വൈകുന്നേരത്ത് വെളിമ്പ്രദേശത്ത് പോകുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ധ്യാനിക്കുവാൻ. 24 അധ്യായം 63 വാക്യം. അടുത്ത ചോദ്യം, സാറ മരിച്ചതിന് ശേഷം അബ്രഹാം ആരെയാണ് വിവാഹം കഴിച്ചത്? ഉത്തരം കെതൂറായെ. 25 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാമിനെ എവിടെയാണ് അടക്കം ചെയ്തത്? ഉത്തരം മക്പേല ഗുഹയിൽ. 25 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, തൻ്റെ സകല സഹോദരന്മാർക്കുമെതിരെ പാർത്തത് ആരാണ്? ഉത്തരം ഇസ്മായേൽ. 25 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, ഇസഹാക്ക് ആർക്കു വേണ്ടിയാണ് യഹോവയോട് പ്രാർത്ഥിച്ചത്? ഉത്തരം തൻ്റെ ഭാര്യയായ റിബേക്കയ്ക്ക് വേണ്ടി. 25 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, ആരായിരുന്നു സാധുശീലനും കൂടാരവാസിയുമായി തീർന്നത്? ഉത്തരം യാക്കോബ്. 25 അധ്യായം 27 വാക്യം. അടുത്ത ചോദ്യം, ഏദോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ചുവന്നവൻ. 25 അധ്യായം 30 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് ഏശാവിന് എന്തെല്ലാമാണ് കൊടുത്തത്? ഉത്തരം അപ്പവും പയറുകൊണ്ടുള്ള പായസവും. 25 അധ്യായം 34 വാക്യം. അടുത്ത ചോദ്യം, ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ഇസഹാക്ക് എവിടേക്കാണ് പോയത്? ഉത്തരം ഫിലിസ്ത്യ ദേശമായ ഗരാരിൽ. 26 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഇസഹാക്ക് മഹാധനികനായി തീർന്നത്? ഉത്തരം യഹോവ ഇസഹാക്കിനെ അനുഗ്രഹിച്ചതിനാൽ. 26 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, ഏതു ജാതിയിൽപ്പെട്ട സ്ത്രീകളെയാണ് ഏശാവ് വിവാഹം കഴിച്ചത്? ഉത്തരം ഹിത്യ സ്ത്രീകളെ. 26 അധ്യായം 34 വാക്യം. അടുത്ത ചോദ്യം, ഇസഹാക്കിനും റിബേക്കയ്ക്കും എന്തുകൊണ്ടാണ് മനോവ്യസനം ഉണ്ടായത്? ഉത്തരം ഏശാവ് ഹിത്യ സ്ത്രീകളെ വിവാഹം കഴിച്ചതിനാൽ. 26 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം, ഇസഹാക്ക് ഏശാവിനോട് പറഞ്ഞത് ആരാണ് കേട്ടത്? ഉത്തരം റിബേക്ക. 7 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബിന്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും എന്തുപയോഗിച്ചാണ് പൊതിഞ്ഞത്? ഉത്തരം കോലാട്ടിൻ കുട്ടികളുടെ
തോൽ കൊണ്ട്. 27 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് ഏശാവിന് അവകാശപ്പെട്ടത് എന്തെല്ലാമാണ് അപഹരിച്ചത്? ഉത്തരം, ജ്യേഷ്ഠാവകാശവും അപ്പന്റെ അനുഗ്രഹവും. 27 അധ്യായം 36 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബിനെ ഹാരാനിലേക്ക് അയക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് റിബേക്ക ഇസഹാക്കിനോട് പറഞ്ഞത്? ഉത്തരം, ഏശാവ് വിവാഹം കഴിച്ച ഹിത്യസ്ത്രീകളെ പോലെ യാക്കോബും ഒരു ഹിത്യസ്ത്രീയെ വിവാഹം കഴിക്കാതിരിക്കുവാൻ. 27 അധ്യായം 46 വാക്യം. അടുത്ത ചോദ്യം, ഇസഹാക്ക് യാക്കോബിനെ എവിടേക്കാണ് അയച്ചത്? ഉത്തരം, പദ്ദനാരാമിലേക്ക്. 28 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, മഹലത്ത് ആരുടെ മകൾ ആയിരുന്നു? ഉത്തരം, ഇസ്മായേലിന്റെ മകൾ. 28 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഏശാവ് ഇസ്മായേലിന്റെ മകളെ വിവാഹം കഴിച്ചത്? ഉത്തരം, കനാന്യ സ്ത്രീകൾ തൻ്റെ അപ്പനായ ഇസഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ടതിനാൽ. 28 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ബഥേലിന്റെ പഴയ പേര് എന്തായിരുന്നു? ഉത്തരം, ലൂസ്. 28 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, ആരായിരുന്നു ലാബാന്റെ ആടുകളെ മേയിച്ചിരുന്നത്? ഉത്തരം, ലാബാന്റെ മകളായ റാഹേൽ. 29 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് ലാബാന്റെ വീട്ടിൽ വന്ന് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ലാബാൻ പ്രതിഫലത്തെപ്പറ്റി സംസാരിച്ചത്? ഉത്തരം, 1 മാസം കഴിഞ്ഞിട്ട്. 29 അധ്യായം 14, 15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ശോഭ കുറഞ്ഞ കണ്ണുകൾ ആരുടേതായിരുന്നു? ഉത്തരം, ലേയയുടേത്. 29 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് ലാബാന്റെ പുത്രന്മാരിൽ ആരെയാണ് സ്നേഹിച്ചത്? ഉത്തരം, റാഹേലിനെ. 29 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയായിരുന്നു യാക്കോബ് 7 സംവത്സരം ലാബാനെ സേവിച്ചത്? ഉത്തരം, ലാബാന്റെ ഇളയ മകൾ റാഹേലിനു വേണ്ടി. 29 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, ലേയ അനിഷ്ടയെന്ന് ആരാണ് കണ്ടത്? ഉത്തരം, യഹോവ. 29 അധ്യായം 31 വാക്യം. അടുത്ത ചോദ്യം, യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം, സ്തുതി. 29 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം, ദാന്റെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം, ബിൽഹയും യാക്കോബും. 30 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, ഗാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം, ഭാഗ്യം. 30 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, രൂബേൻ കൊണ്ടുവന്ന പഴം ഏതായിരുന്നു? ഉത്തരം, ദൂതായി പഴം. 30 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബിന്റെ മകളുടെ പേര് എന്താണ്? ഉത്തരം, ദീന. 30 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, ചെമ്മരിയാടുകളിൽ യാക്കോബ് വേർതിരിച്ചവ എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം, കറുത്ത നിറമുള്ളവ. 30 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് മഹാസമ്പന്നനായി തീർന്നത്? ഉത്തരം, യാക്കോബ്.
30-ാം അധ്യായം 43-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വയലിൽ തൻ്റെ ആട്ടിൻകൂട്ടങ്ങളുടെ അടുക്കൽ യാക്കോബ് ആരെയെല്ലാമാണ് വിളിപ്പിച്ചത്? ഉത്തരം റാഹേലിനെയും ലേയെയും. 31-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യാക്കോബും കുടുംബവും തൻ്റെ സമ്പത്തുമായി പുറപ്പെടുമ്പോൾ ലാബാൻ എവിടെയായിരുന്നു? ഉത്തരം ലാബാൻ തൻ്റെ ആടുകളുടെ രോമം കത്രിക്കുവാൻ പോയിരുന്നു. 31-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ലാബാന്റെ ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചത്? ഉത്തരം റാഹേൽ. 31-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് നദി കടന്ന് ഏതു പർവ്വതത്തിന് നേരെയാണ് തിരിഞ്ഞത്? ഉത്തരം ഗിലെയാദ് പർവ്വതത്തിന് നേരെ. 31-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തൻ്റെ പുത്രിമാരെ എങ്ങനെ കൊണ്ടുപോയെന്നാണ് ലാബാൻ യാക്കോബിനോട് പറഞ്ഞത്? ഉത്തരം വാളാൽ പിടിച്ചവരെ പോലെ. 31-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, റാഹേൽ ലാബാന്റെ ഗ്രഹവിഗ്രഹങ്ങളെ എവിടെയാണ് ഒളിപ്പിച്ചത്? ഉത്തരം ഒട്ടകക്കോപ്പിനകത്ത്. 31-ാം അധ്യായം 34-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യാക്കോബും ലാബാനും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളം എന്തായിരുന്നു? ഉത്തരം സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം. 31-ാം അധ്യായം 47-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ലാബാൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപായി എന്താണ് ചെയ്തത്? ഉത്തരം തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. 31-ാം അധ്യായം 55-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് പോയ വഴിയിൽ എതിരെ വന്നത് ആരാണ്? ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാർ. 32-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവദൂതന്മാരെ കണ്ട സ്ഥലത്തിന് യാക്കോബ് ഇട്ട പേര് എന്താണ്? ഉത്തരം മഹനീയം. 32-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒരു വടിയോടുകൂടി മാത്രം യോർദാൻ കടന്ന യാക്കോബ് തിരികെ വന്നത് എങ്ങനെയാണ്? ഉത്തരം 2 കൂട്ടമായി. 32-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്ത് ചിന്തിച്ചിട്ടാണ് യാക്കോബ് തനിക്ക് മുൻപായി ഏശാവിന് സമ്മാനങ്ങൾ അയച്ചത്? ഉത്തരം സമ്മാനം കൊണ്ട് ഏശാവിൻ്റെ കോപം ശാന്തമാക്കാമെന്ന് കരുതിയിട്ട്. 32-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എവിടെയാണ് യാക്കോബ് തനിയെയായത്? ഉത്തരം യാബോക്ക് കടവിൽ. 32-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യാക്കോബിനോട് മല്ലു പിടിച്ച പുരുഷൻ എപ്പോൾ വരെയാണ് മല്ലു പിടിച്ചത്? ഉത്തരം ഉഷസാകുവോളം. 32-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബിന് ഇസ്രായേൽ എന്ന് പേരിട്ടത്? ഉത്തരം യാക്കോബ് ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതിനാൽ. 32-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് ഏത് സ്ഥലം കടന്നു പോയപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്? ഉത്തരം പെനിയേൽ. 32-ാം അധ്യായം 31-ാമത്തെ വാക്യം.
അടുത്ത ചോദ്യം, യാക്കോബ് ഏറ്റവും മുൻപിൽ നിർത്തിയത് ആരെയെല്ലാമാണ്? ഉത്തരം, ദാസിമാരെയും അവരുടെ മക്കളെയും. 33 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ഏറ്റവും ഒടുവിൽ യേശാവിനെ നമസ്കരിച്ചത് ആരാണ്? ഉത്തരം, യോസേഫും റാഹേലും. 33 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, ഏത് സ്ഥലത്താണ് യാക്കോബ് വീട് പണിയുകയും കന്നുകാലികൾക്ക് തൊഴുത്തുണ്ടാക്കുകയും ചെയ്തത്? ഉത്തരം, സുക്കോത്തിൽ. 33 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, ശേഖേമിൻ്റെ അപ്പൻ്റെ പേര് എന്താണ്? ഉത്തരം, ഹാമോർ. 33 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് പണിത യാഗപീഠത്തിൻ്റെ പേരെന്താണ്? ഉത്തരം, എൽ എലോഹ ഇസ്രയേൽ. 33 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയത്? ഉത്തരം, യാക്കോബിൻ്റെ മകളായ ദീന. 34 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ശേഖേം ആരായിരുന്നു? ഉത്തരം, ദേശത്തിൻ്റെ പ്രഭു. 34 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, യാക്കോബിൻ്റെ പുത്രന്മാർ ശേഖേമിനോടും ഹാമോറിനോടും എങ്ങനെയാണ് സംസാരിച്ചത്? ഉത്തരം, കപടമായി. 34 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, നിർഭയമായിരുന്ന പട്ടണത്തിലെ ആണിനെയെല്ലാം കൊന്നത് ആരാണ്? ഉത്തരം, യാക്കോബിൻ്റെ മക്കളായ ശിമയോനും ലേവിയും. 34 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ ഇടയിൽ തന്നെ നാറ്റിച്ചു എന്നാണ് യാക്കോബ് പറഞ്ഞത്? ഉത്തരം, ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ. 34 അധ്യായം 30 വാക്യം. അടുത്ത ചോദ്യം, എവിടെ ചെന്ന് പാർക്കുവാനാണ് ദൈവം യാക്കോബിനോട് പറഞ്ഞത്? ഉത്തരം, ബഥേലിൽ. 35 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, അന്യദേവന്മാരെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബ് എവിടെയാണ് കുഴിച്ചിട്ടത്? ഉത്തരം, ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ. 35 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, റെബേക്കയുടെ ധാത്രിയുടെ പേര് എന്താണ്? ഉത്തരം, ദെബോറ. 35 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, അല്ലോൻ ബാഖൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, വിലാപവൃക്ഷം. 35 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ഇവിടെ വെച്ചാണ് റാഹേൽ പ്രസവിച്ചത്? ഉത്തരം, എഫ്രാത്തിന് പോകുന്ന വഴിയിൽ വെച്ച്. 35 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, എവിടെ വെച്ചാണ് റാഹേൽ മരിച്ചത്? ഉത്തരം, എഫ്രാത്തയിലെത്തുവാൻ അല്പം ദൂരമുള്ളപ്പോൾ. 35 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, മരിക്കുന്ന സമയം റാഹേൽ മകന് എന്താണ് പേരിട്ടത്? ഉത്തരം, ബെനോനി. 35 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, ബെത്ലഹേമിൻ്റെ മറുപേര് എന്താണ്? ഉത്തരം, എഫ്രാത്ത്. 35 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന സ്ഥലം
എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഹെബ്രോൻ എന്ന പേരിൽ. 35-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരെല്ലാം ചേർന്നാണ് ഇസഹാക്കിനെ അടക്കം ചെയ്തത്? ഉത്തരം ഏശാവും യാക്കോബും കൂടി. 35-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഏശാവിൻ്റെ മറുപേര് എന്താണ്? ഉത്തരം ഏദോം. 36-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഇസ്മായേലിൻ്റെ മകളുടെ പേര് എന്താണ്? ഉത്തരം ബാസമത്ത്. 36-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ഏശാവ് എവിടെയാണ് പാർത്തിരുന്നത്? ഉത്തരം സെയീർ പർവ്വതത്തിൽ. 36-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഏദോമ്യരുടെ പിതാവ്? ഉത്തരം ഏശാവ്. 36-ാം അധ്യായം 43-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഇസഹാക്ക് എവിടെയാണ് പാർത്തിരുന്നത്? ഉത്തരം കനാൻ ദേശത്ത്. 37-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, യാക്കോബ് യോസഫിനെ എല്ലാ മക്കളിലും കൂടുതൽ സ്നേഹിച്ചതിൻ്റെ കാരണമെന്തായിരുന്നു? ഉത്തരം യോസഫ് വാർദ്ധക്യത്തിൽ ജനിച്ച മകനായതിനാൽ. 37-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് യോസഫിൻ്റെ സഹോദരന്മാർ അവനെ പകച്ചത്? ഉത്തരം അപ്പൻ തങ്ങളെക്കാളധികം യോസഫിനെ സ്നേഹിച്ചതിനാൽ. 37-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, യോസഫിൻ്റെ സഹോദരന്മാർ ആടിനെ മേയ്ക്കാൻ പോയിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം ശേഖേമിൽ. 37-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, യോസഫ് സഹോദരന്മാരെ കണ്ടത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ദോദാനിൽ വെച്ച്. 37-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യോസഫിനെ കൊല്ലരുതെന്ന് പറഞ്ഞത് ആരായിരുന്നു? ഉത്തരം രൂബേൻ. 37-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യോസഫിനെ ഇട്ട കുഴി എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം വെള്ളമില്ലാത്ത പൊട്ടക്കുഴി. 37-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഗിലെയാദിൽ നിന്നും മിസ്രൈമിലേക്ക് പോയത് ആരായിരുന്നു? ഉത്തരം ഇസ്മായേലിയരുടെ ഒരു യാത്രക്കൂട്ടം. 37-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യോസഫിനെ മിസ്രൈമിലേക്ക് വിൽക്കുവാൻ ആലോചന പറഞ്ഞത് ആരാണ്? ഉത്തരം യഹൂദ. 37-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഇസ്മായേലിയർ യോസഫിനെ എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം മിസ്രൈമിലേക്ക്. 37-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യോസഫ് നഷ്ടപ്പെട്ട കാരണത്താൽ വസ്ത്രം കീറിയവർ ആരെല്ലാമായിരുന്നു? ഉത്തരം രൂബേനും യാക്കോബും. 37-ാം അധ്യായം 29, 34 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, രണ്ടാം പ്രാവശ്യം യോസഫിനെ വിറ്റത് ആർക്കായിരുന്നു? ഉത്തരം പോത്തിഫറിന്. 37-ാം അധ്യായം 36-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യോസഫ് നഷ്ടപ്പെട്ട കാരണത്താൽ വസ്ത്രം കീറിയവർ ആരെല്ലാമായിരുന്നു? ഉത്തരം രൂബേനും യാക്കോബും. 37-ാം അധ്യായം 29, 34 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹൂദ സഹോദരന്മാരുടെ അടുക്കൽ നിന്നും എവിടെയാണ് പോയത്? ഉത്തരം ഹീര എന്ന പേരുള്ള അദുല്ലാമിൻ്റെ അടുക്കൽ. 38-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് അപ്പൻ്റെ വീട്ടിൽ വിധവയായി പാർത്തത്? ഉത്തരം യഹൂദയുടെ മരുമകൾ. 38-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, താമാർ എന്തെല്ലാം സാധനങ്ങളാണ് യഹൂദയുടെ കയ്യിൽ നിന്നും
കോലാട്ടിൻകുട്ടിയെ കൊടുത്തയക്കുവോളം പണയമായി വാങ്ങിയത്? ഉത്തരം യഹൂദയുടെ മുദ്രമോതിരവും മോതിരച്ചരടും അവൻ്റെ കയ്യിലെ വടിയും. 38 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, പണയം കൊടുത്ത സാധനങ്ങൾ സ്ത്രീ എടുത്തുകൊള്ളട്ടെ എന്ന് യഹൂദ പറയുവാനുള്ള കാരണമെന്തായിരുന്നു? ഉത്തരം അപകീർത്തി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി. 38 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ ഇരട്ടകളുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം താമാറും യഹൂദയും. 38 അധ്യായം 27 വാക്യം. അടുത്ത ചോദ്യം, താമാറിൻ്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം പേരസും സേരഹും. 38 അധ്യായം 29, 30 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സേരഹ് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന അടയാളം എന്തായിരുന്നു? ഉത്തരം കൈമേൽ ചുവന്ന നൂല്. 38 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, ഇശ്മയേല്യരുടെ കയ്യിൽ നിന്നും യോസഫിനെ ആരാണ് വിലയ്ക്ക് വാങ്ങിയത്? ഉത്തരം ഫറവോന്റെ അകമ്പടി നായകനായ പോത്തിഫർ. 39 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, പോത്തിഫർ എന്തു ജോലിയാണ് യോസഫിന് കൊടുത്തത്? ഉത്തരം ഗ്രഹവിചാരകൻ. 39 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് യോസഫ് ആരോടാണ് ചോദിച്ചത്? ഉത്തരം പോത്തിഫറിൻ്റെ ഭാര്യയോട്. 39 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള കാരാഗ്രഹത്തിലാണ് പോത്തിഫർ യോസഫിനെ അടച്ചത്? ഉത്തരം രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ. 39 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, കാരാഗ്രഹ പ്രമാണി യോസഫിൻ്റെ കയ്യിൽ ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും. 39 അധ്യായം 22 വാക്യം. ആരെല്ലാമാണ് മിസ്രയീം രാജാവിനോട് കുറ്റം ചെയ്തത്? ഉത്തരം മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും. 40 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, മിസ്രയീം രാജാവ് തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ എവിടെയാണ് കാരാഗ്രഹത്തിലാക്കിയത്? ഉത്തരം അകമ്പടി നായകൻ്റെ വീട്ടിൽ, ജോസഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിൽ. 40 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, അപ്പക്കാരുടെ പ്രമാണിക്ക് എന്തു സംഭവിക്കുമെന്നാണ് യോസഫ് പറഞ്ഞത്? ഉത്തരം 3 ദിവസത്തിനകം ഫറവോൻ അപ്പക്കാരുടെ പ്രമാണിയുടെ തല വെട്ടി ഒരു മരത്തിന്മേൽ തൂക്കും. 40 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, എപ്പോഴാണ് ഫറവോൻ പാനപാത്രവാഹകനെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തത്? ഉത്തരം സ്വപ്നം കണ്ടതിൻ്റെ 3-ാം നാളിൽ, ഫറവോന്റെ തിരുനാളിൽ. 40 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, പാനപാത്രവാഹകൻ ഫറവോന്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ശേഷം എത്ര സംവത്സരം കഴിഞ്ഞാണ് ഫറവോൻ സ്വപ്നം കണ്ടത്? ഉത്തരം 2 സംവത്സരം കഴിഞ്ഞ ശേഷം. 41 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ഫറവോൻ ആരെയെല്ലാമാണ് വിളിച്ചത്? ഉത്തരം മിസ്രയീമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും. 41 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം ഫറവോന്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി. 41 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, യോസഫിനെ കുണ്ടറയിൽ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം ഫറവോന്റെ കൊട്ടാരത്തിലേക്ക്. 41 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, ഫറവോന്റെ സ്വപ്നത്തിലെ മെലിഞ്ഞും വിരൂപവുമായുള്ള പശുക്കൾ എന്താണ് ചെയ്തത്? ഉത്തരം പുഷ്ടിയുള്ള പശുക്കളെ തിന്നുകളഞ്ഞു. 41 അധ്യായം 20 വാക്യം. യോസഫിൻ്റെ വാക്കുകൾ ആർക്കെല്ലാമാണ് ഇഷ്ടമായത്? ഉത്തരം ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാർക്കും. 41 അധ്യായം 3 വാക്യം.
അടുത്ത ചോദ്യം, ഫറവോൻ യോസഫിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറഞ്ഞത്? ഉത്തരം, ദൈവാത്മാവുള്ള മനുഷ്യൻ. 41 അധ്യായം 38 വാക്യം. അടുത്ത ചോദ്യം, ഫറവോൻ യോസഫിനെ എവിടെയെല്ലാമാണ് മേലധികാരി ആക്കിയത്? ഉത്തരം, ഫറവോന്റെ കൊട്ടാരത്തിനും മിസ്രൈം ദേശത്തിനും. 41 അധ്യായം 40-41 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഫറവോൻ യോസഫിനെ എന്തെല്ലാമാണ് അണിയിച്ചത്? ഉത്തരം, ഫറവോന്റെ മുദ്രമോതിരം, നേർമയുള്ള വസ്ത്രം, സ്വർണ്ണ സരപ്പളി. 41 അധ്യായം 42 വാക്യം. അടുത്ത ചോദ്യം, ഫറവോൻ യോസഫിനെ കയറ്റിയ വാഹനം ഏതായിരുന്നു? ഉത്തരം, ഫറവോന്റെ രണ്ടാമത്തെ രഥം. 41 അധ്യായം 43 വാക്യം. അടുത്ത ചോദ്യം, ഫറവോൻ യോസഫിനിട്ട പേര് എന്താണ്? ഉത്തരം, സാപ്നത്ത് പനേഹ്. 41 അധ്യായം 45 വാക്യം. അടുത്ത ചോദ്യം, യോസഫിന്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം, ആസ്നത്ത്. 41 അധ്യായം 45 വാക്യം. അടുത്ത ചോദ്യം, ആസ്നത്ത് ആരുടെ മകളായിരുന്നു? ഉത്തരം, ഊനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ. 43 അധ്യായം 45 വാക്യം. അടുത്ത ചോദ്യം, യോസഫ് ശേഖരിച്ചു വെച്ച ധാന്യം എത്രയായിരുന്നു? ഉത്തരം, കടൽക്കരയിലെ മണൽ പോലെ അളക്കുവാൻ കഴിയാതെ വണ്ണം. 41 അധ്യായം 49 വാക്യം. അടുത്ത ചോദ്യം, എപ്പോഴാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്? ഉത്തരം, ആദിയിൽ. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം, ദൈവത്തിൻ്റെ ആത്മാവ്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഉത്തരം, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. 1 അധ്യായം 27 വാക്യം. അടുത്ത ചോദ്യം, മനുഷ്യൻ എപ്പോഴാണ് ജീവനുള്ള ദേഹിയായി തീർന്നത്? ഉത്തരം, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയപ്പോൾ. 2 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, ഏതു ദേശത്താണ് മേത്തരമായ പൊന്നുള്ളത്? ഉത്തരം, ഹവീല ദേശത്ത്. 2 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച സ്ത്രീക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞത്? ഉത്തരം, നരനിൽ നിന്നും എടുത്തതിനാൽ. 2 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം, ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും കൗശലമേറിയത് ഏതായിരുന്നു? ഉത്തരം, പാമ്പ്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, യഹോവയായ ദൈവം എപ്പോഴാണ് തോട്ടത്തിൽ വന്നത്? ഉത്തരം, വെയിലാറിയപ്പോൾ. 3 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, മനുഷ്യൻ, സ്ത്രീ, പാമ്പ് ഈ മൂവരിൽ ആരെയാണ് ദൈവം ശപിച്ചത്? ഉത്തരം, പാമ്പിനെ. 3 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, ഏദൻ തോട്ടത്തിന് കാവലാക്കിയ കെരൂബുകളുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുള്ളവർ. 3 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം,
ഹാബേലിന്റെ ജോലി എന്തായിരുന്നു? ഉത്തരം ആട്ടിടയൻ. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കയീൻ എവിടെ വെച്ചാണ് ഹാബേലിനെ കൊന്നത്? ഉത്തരം വയലിൽ വെച്ച്. 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നോദ് ദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഏദന് കിഴക്ക്. 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മെഥൂശയേൽ ആരുടെ അപ്പനായിരുന്നു? ഉത്തരം ലാമെക്കിൻ്റെ അപ്പൻ. 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഹാബേലിന് പകരം ദൈവം ആദാമിന് കൊടുത്ത മകൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ശേത്ത്. 4-ാം അധ്യായം 25-ാം വാക്യം. അടുത്ത ചോദ്യം, ആരുടെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത്? ഉത്തരം ഏനോശിൻ്റെ കാലത്ത്. 4-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവം എപ്പോഴാണ് മനുഷ്യനെ അനുഗ്രഹിച്ചത്? ഉത്തരം മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഹാനോക്കിൻ്റെ മകൻ്റെ പേര് എന്താണ്? ഉത്തരം മെഥൂശലേഹ്. 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ആശ്വസിപ്പിക്കുന്നവൻ. 5-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നോഹയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു? ഉത്തരം നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു എന്ന്. 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പെട്ടകത്തിന് എത്ര തട്ടുകളുണ്ടായിരുന്നു? ഉത്തരം 3 തട്ടുകൾ. 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്യാൻ തുടങ്ങിയത്? ഉത്തരം 7 ദിവസം കഴിഞ്ഞിട്ട്. 7-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, എപ്പോഴാണ് പെട്ടകം വെള്ളത്തിൽ ഒഴുകിത്തുടങ്ങിയത്? ഉത്തരം വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകിയപ്പോൾ. 7-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവം ആരെയെല്ലാമാണ് ഓർത്തത്? ഉത്തരം ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. 8-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, പെട്ടകം ഏതു പർവ്വതത്തിലാണ് ഉറച്ചത്? ഉത്തരം അരരാത്ത് പർവ്വതത്തിൽ. 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് യഹോവ ഹൃദയത്തിൽ പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം നോഹ യഹോവയ്ക്ക് അർപ്പിച്ച ഹോമയാഗത്തിൻ്റെ സൗരഭ്യവാസന മണത്തപ്പോൾ. 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കുകയില്ല എന്നതിന് ദൈവം നോഹയ്ക്ക് കൊടുത്ത നിയമത്തിൻ്റെ അടയാളം എന്തായിരുന്നു? ഉത്തരം മഴവില്ല്. 9-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നോഹ ആരെയാണ് ശപിച്ചത്? ഉത്തരം കനാനെ. 9-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ മുൻപാകെ നായാട്ട് വീരനായി തീർന്നത് ആരാണ്? ഉത്തരം നിമ്രോദ്. 10-ാം അധ്യായം
9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഫിലിസ്ത്യർ ആരിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം മിസ്രയീമിൽ നിന്ന്. 10-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഊസ് ആരുടെ മകനായിരുന്നു? ഉത്തരം അരാമിൻ്റെ മകൻ. 10-ാം അധ്യായം 23-ാം വാക്യം. അടുത്ത ചോദ്യം, വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമിയിലെ ഭാഷ എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം ഒരേ ഭാഷയും ഒരേ വാക്കും. 11-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ദൈവം ഭാഷ കലക്കിക്കളഞ്ഞ സ്ഥലത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ബാബേൽ. 11-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, ലോത്ത് ആരുടെ മകനായിരുന്നു? ഉത്തരം ഹാരാൻ്റെ മകൻ. 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവം അബ്രഹാമിന് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം ഏതായിരുന്നു? ഉത്തരം കനാൻ ദേശം. 12-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, എവിടെയാണ് അബ്രഹാം ദൈവത്തിന് യാഗപീഠം പണിതത്? ഉത്തരം കനാൻ ദേശത്ത് യഹോവ പ്രത്യക്ഷമായ സ്ഥലത്ത്. 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുവാനും സഹായിക്കുക.